നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് അൽമനാക്കില് ചിന്തിപ്പാനായിട്ട് തന്നിരിക്കുന്ന ചിന്ത ശിഷ്യത്വത്തിന്റെ സാക്ഷ്യം എന്നുള്ളത്. ദ വിറ്റ്നസ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. വളരെ ആഴമേറിയ ഒരു വിഷയമാണ്. എന്നാൽ വളരെ നമുക്കൊക്കെ ലളിതമായിട്ട് അറിയാവുന്ന ഒരു വിഷയമാണ്. യേശു കർത്താവ് ജീവിതത്തിന്റെ വിവിധ തുറകളിൽ നിന്നോ 12 പേരെ വിളിച്ചോ വേർതിരിച്ചോ തന്റെ ശിഷ്യന്മാരാക്കുന്നതും അവരപ്പോസ്തലന്മാരാ എന്നറിയപ്പെടുന്നതും ഒക്കെ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. മർക്കോസ് രേഖപ്പെടുത്തുന്നത് തനിക്ക് ബോധിച്ചവരെ തന്നോടുകൂടെ ഇരുപ്പാനും സുവിശേഷം പ്രസംഗിപ്പാനും ദൈവവചനം പ്രസംഗിപ്പാനായിട്ട് വിളിച്ചു ചേർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ടു ബി എ ഡിസൈപ്പിൾ, ദ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന് വിളിച്ചു വേർതിരിക്കുവാനായിട്ട് മനസ്സായി എന്നാണ് മർക്കോസ് രേഖപ്പെടുത്തുന്നത്. തനിക്ക് ബോധിച്ചവരെ, അവർക്കുണ്ടായിരുന്ന ക്വാളിഫിക്കേഷൻ എന്താണ്, യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നില്ല. പക്ഷേ അവര് വിളിച്ചു ചേർക്കപ്പെടുവാനായിട്ട് മനസ്സായി എന്ന് വേദപുസ്തകം പറയുന്നു. നമുക്ക് അവന്റെ മക്കളായിരിക്കാൻ, നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ യേശു കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനും നമ്മുടെ പാപങ്ങളുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിന്റെ മക്കളായി നമ്മളെ തന്നെ സമർപ്പിക്കുവാനും നമുക്ക് ലഭിച്ച ഭാഗ്യം, അത് കർത്താവ് നമുക്ക് തന്ന വലിയ പദവിയാകുന്നു എന്നോർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി കരയറ്റുവാനായിട്ടിടയാണ്. ആ ശിഷ്യന്മാരെ തന്നോട് കൂടെ ചേർത്തു നിർത്തി പല പ്രാവശ്യങ്ങള് വേറിട്ട് കൊണ്ടുപോയി പല കാര്യങ്ങൾ അവരെ പറഞ്ഞു പഠിപ്പിച്ച് തന്റെ വലിയ ദൗത്യത്തിന്റെ പങ്കാളികളാക്കി തീർക്കുന്നത്, ഒടുവിൽ താൻ ചെയ്ത ശുശ്രൂഷയുടെ തുടർച്ചയാവണ്ണം ഈ ദൈവരാജ്യത്തിന്റെ വാഹകരായി തീരുവാനുള്ള കൽപ്പന ശിഷ്യന്മാർക്ക് കൊടുത്തിട്ടാണ് കർത്താവ് കടന്നു പോകുന്നത്. എന്നാൽ ശിഷ്യരായിരിക്കുന്നത് ആരാണ് എന്ന ഒരു വാക്യത്തില് വളരെ ആഴമായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങളിലാണ് അത് പറയുന്നത്. എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെ കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എന്റെ ശിഷ്യൻ ആയിരിക്കാൻ കഴിയയില്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയയില്ല എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം ദ ക്വാളിഫിക്കേഷൻ ടു ബി എ ഡിസൈപ്പിൾ എന്നുള്ളത് വളരെ വ്യക്തമായി കർത്താവ് അവിടെ പറയുകയാണ്. എന്നെക്കാട്ടില് അധികമായി മറ്റെന്തിനേലും സ്നേഹിക്കുന്നുവെങ്കിൽ, എന്നെക്കാട്ടിലധികമായി മറ്റെന്തിനെങ്കിലും ജീവിതത്തിന് സ്ഥാനമുണ്ടെങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന് വ്യക്തമായിട്ട് പറയുക. ലൂക്കോസ് അത് ഒരു നെഗറ്റീവ് ഫോർമുല പറയുന്നത്. എന്നെക്കാട്ടിലധികമായി അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും സ്നേഹിക്കുന്നവൻ, അവരുടെ ജീവനെ പകയ്ക്കാതെ അതിനെ സ്നേഹിച്ചു പോകുന്നവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്ന് പറയും. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നാ പറയുന്നത്. ഇവിടെ ലൂക്കോസ് അത് പറയുന്നത്, എന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. അപ്പൊ ശിഷ്യത്വത്തിന്റെ ഒരു യോഗ്യത എന്ന് പറയുന്നത് എ കമ്മിറ്റ്മെന്റ് ഫോർ സെൽഫ് ഡിനയൽ ആണ്.
ഒരു സ്വയപരിത്യാഗത്തിന്റെ സമർപ്പണം ഉള്ളവൻ മാത്രമാണ് യേശു കർത്താവിന്റെ ശിഷ്യനായിരിക്കാനായിട്ട് സാധിക്കുന്നത്. ലോക ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ നമ്മെ ആകർഷിക്കുന്നതും ലോക ജീവിതത്തിന്റെ ധാരാളം കാര്യങ്ങൾ നമുക്ക് വിലയേറിയതായിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ട്. വേദപുസ്തകത്തില് വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അടുക്കല് കടന്നു വന്ന ഒരു യുവാവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ആ യുവാവ് ചോദിച്ചു, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? വാഴ്ത്തപ്പെട്ട കർത്താവ് അവനുമായിട്ടൊരു സംഭാഷണത്തിലേക്ക് ഇടപെട്ടിട്ട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് പിന്നെ വന്നെന്നെ അനുഗമിക്ക. അപ്പോൾ അവിടെ ആ സംഭവത്തിന്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്ന അവൻ ധനികനായിരുന്നത് കൊണ്ട് കർത്താവ് പറഞ്ഞതിനെ അനുസരിക്കുവാൻ കഴിയാതെ അവൻ നിരാശയോടെ മടങ്ങിപ്പോയി എന്നാ പറയുന്നത്. അത് തന്നെയാ ആ ഒരു ആശയം തന്നെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ലോകത്തിന്റെ മറ്റെന്തിനെക്കാട്ടിലും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന് ജീവിതത്തിൽ മുഖ്യസ്ഥാനം കൊടുത്തുകൊണ്ട് വരുന്നവന് മാത്രമേ യേശു കർത്താവിന്റെ ശിഷ്യനായിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്. 22-ാം അധ്യായത്തിൽ അബ്രാമിനോട് പറയുന്ന, അബ്രാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് വേണ്ടി നീ യാഗമർപ്പിക്കുവാൻ തയ്യാറാകണം. അബ്രാമിനോടും ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാ, മറ്റെന്തിനെക്കാട്ടിലും നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിലോ മറ്റിനെ പകയ്ക്കുവാൻ നീ തയ്യാറാകുന്നുവോ എന്നുള്ള വിശ്വാസത്തിന്റെ ഒരു ശോധന ദൈവത്തെ പിതാവിന് വിശ്വാസത്തിന്റെ പിതാവായിരിക്കാനുള്ള യോഗ്യത അവനില് കണ്ടെത്തുകയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അബ്രാം തയ്യാറായി മറ്റെന്തിനെക്കാട്ടിലും ദൈവത്തിന് സ്ഥാനം കൊടുക്കുവാൻ, മറ്റെന്തിനെക്കാട്ടിലും ദൈവത്തെ സ്നേഹിക്കുവാൻ അബ്രാം തയ്യാറാകുന്നതാ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ശിഷ്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ, ലോകത്തിൽ മറ്റെന്തിനെക്കാട്ടിലും ഗുരുവിനെ സ്നേഹിക്കുന്നവനും ഗുരുവിന് തന്റെ ജീവിതത്തില് മുഖ്യ സ്ഥാനം കൊടുത്തുകൊണ്ട് വരുന്നവനും ആകുന്നു എന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല, he is not only ready to renounce himself, but he is ready to carry the cross which he may have to bear in following the Lord Jesus Christ. കർത്താവിന്റെ പാത എന്ന് പറയുന്നത് സുഗമമായ ഒരു പാതയല്ല. വിശ്വാസത്തിന്റെ പാത ഒരിക്കലും സുഗമമായ ഒരു പാതയല്ല. യേശു കർത്താവിന്റെ ശിഷ്യത്വത്തിന്റെ പാത ഒരിക്കലും സുഗമമായിട്ടുള്ളതെന്നല്ല. ഇവിടെ കർത്താവിനെ പിൻപറ്റുന്നതിൽ ഒരു കുരിശു വഹിപ്പാനായിട്ട് ഉണ്ട് എന്നുള്ളത്. അത് ഈ സ്വയപരിത്യാഗത്തിന്റെ കുരിശ. ജീവിതത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ മറ്റു പലതും നമ്മുടെ ജീവിതത്തെ ഹഠാകർഷിക്കുമ്പോൾ അതിനോടുള്ള നമ്മുടെ ഒരു താല്പര്യം അതിന് ഒക്കെ വന്ന് നമ്മുടെ ജീവിതത്തിന്റെ വിശ്വാസ ജീവിതത്തിന്റെ ശോധനകൾ ഉണ്ടാകുമ്പോൾ അല്ല എന്ന് പറയുവാൻ, നോ എന്ന് പറയുവാൻ സാധിക്കുന്ന ആ വലിയ സന്നദ്ധത ലോകത്തിന്റെ കാലഗതികൾക്കനുസരിച്ച് നടക്കുവാനുള്ള പ്രേരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഇല്ല, ഐ ഹാവ് എ ഡിഫറെന്റ് വേ, ദ വേ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പിൻപറ്റുവാനുള്ള സന്നദ്ധത, അവിടെ നിന്ന പഴി, ദുഷി, അപരാധം, ഒരുപക്ഷെ ദാരിദ്ര്യം, പട്ടിണി, ഭോഷൻ എന്നുള്ള വിളി ഒക്കെ ഉണ്ടാവാം. അതൊക്കെ സഹിച്ചുകൊണ്ട് സുവിശേഷത്തിനു വേണ്ടി കഷ്ടമനുഭവിക്കുവാൻ കഴിയുന്ന ഒരു ജീവിത അനുഭവം ഏറ്റെടുക്കുവാൻ, സ്വയം ഏറ്റെടുക്കുവാൻ, അതിൽ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം കണ്ടെത്തുവാൻ കഴിയുന്നവനാണ് ശിഷ്യൻ എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു. എന്നാൽ നമ്മുടെ ചിന്താവിഷയം ശിഷ്യൻ ആരാണ് എന്നുള്ളതല്ല, ഞാൻ അതൊരാമുഖമായിട്ട് പറഞ്ഞതാണ്. നമ്മുടെ ചിന്താവിഷയം ശിഷ്യത്വത്തിന്റെ സാക്ഷ്യം എന്താണ് എന്നുള്ളതാണ്. നാം
ഏറ്റവും ഉത്തമമായ ഒരു ശിഷ്യനെ കാണുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിലാണ്. ദൈവം കൊടുത്ത ആലോചന പ്രകാരം എലീശായെ കണ്ടെത്തി തന്റെ ശിഷ്യനായിട്ട് അഭിഷേകം ചെയ്ത് തന്നോടുകൂടെ ചേർക്കുകയാണ്. ഏലിയാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനുള്ള സമയമായി. ദൈവം ആ ആലോചന ഏലിയാവിന്റെ മനസ്സിൽ കൊടുത്ത് ഏലിയാവും എലീശായും തമ്മിലുണ്ടാകുന്ന ഒരു വലിയ സംഭാഷണത്തിന്റെയും ഒരു വലിയ ഏറ്റുമുട്ടലിന്റെയും അഭിമുഖത്തിന്റെ ഒക്കെ കഥയാ 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏലിയാവ് എലീശായോട് പറഞ്ഞു, അവരെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. എലീശായോട് പറഞ്ഞു, നീ ഇവിടെ താമസിക്കുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏലിയാവിന് കാര്യം മനസ്സിലായി. തന്റെ ജീവിതത്തിന്റെ അവസാന സമയമാകുന്നു. ദൈവം തന്നെ ജീവിതത്തിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ. അതുകൊണ്ട് എലീശായെ, it is time for us to part with. അവിടെ നീ ഇവിടെ പാർക്ക് എന്ന് പറഞ്ഞപ്പോൾ എലീശ പറയുകയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുകയാണ്. ബേഥേലിൽ പോയി അവിടെ വെച്ച് പറയുന്നു, യഹോവ ഇന്ന് നിന്റെ യജമാനനെ, പിന്നെ പ്രവാചക ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, യഹോവ നിന്റെ യജമാനെ നിന്റെ തലക്കിൽ നിന്ന് എടുത്തുകൊള്ളുമെന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. എന്നിട്ട് വീണ്ടും ഏലിയാവ് സംസാരിച്ചപ്പോൾ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നെന്ന് പറഞ്ഞു, ഇല്ല, ഞാൻ നിന്നെ വിടത്തില്ല, ഞാൻ നിന്നെ വിടത്തില്ല. നമുക്കറിയാവുന്ന സംഭവമാ. ഗിൽഗാലിൽ നിന്ന് ബേഥേലിലേക്കും, ബേഥേലിൽ നിന്ന് യെരിഹോവിലേക്കും, യെരിഹോവിൽ നിന്ന് യോർദാനിലേക്കും മാറ്റപ്പെട്ടപ്പോൾ ഓരോ സ്ഥാനത്തും ഇതേ സംഭാഷണം ആവർത്തിക്കുകയാണ്. അവൻ അറിയാം. പ്രവാചകൻ ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ എലീശ പറഞ്ഞു, എനിക്കറിയാം, എന്റെ യജമാനൻ എന്നിൽ നിന്ന് മാറ്റപ്പെടും എന്ന് എനിക്കറിയാം. പക്ഷേ അവന്റെ ഹൃദയത്തിൽ ആഴത്തിലൊരു വലിയ ആഗ്രഹമുണ്ട്. ഒരു ശിക്ഷത്വത്തിന്റെ ആഗ്രഹം അവന്റെ മനസ്സിൽ കിടക്കുന്നു. എന്താണെന്നറിയാമോ? തന്റെ യജമാനനെ പോലെ താനുമായിരിക്കണം. തന്റെ യജമാനൻ ചെയ്തിരുന്ന ശുശ്രൂഷ ഏറ്റെടുക്കുവാനും ആ ശുശ്രൂഷയുടെ പങ്കാളിയായി മുന്നോട്ട് പോകാനും ആഗ്രഹിച്ചു. അതുകൊണ്ട് യജമാനനോട് ചേർന്ന് നടക്കുവാൻ അവൻ അങ്ങ് തീരുമാനിച്ചു. തന്റെ ആഗ്രഹം നിവർത്തിക്കുന്നിടം വരെയും, യജമാനന്റെ സ്ഥാനത്തോ താൻ ആ ശുശ്രൂഷ ഏറ്റെടുക്കുന്നിടം വരെയും യജമാനനെ വിട്ടുപിരിയാതെ യജമാനനോട് ചേർന്ന് നടക്കുന്നതാ കാണാൻ സാധിക്കുന്നത്. ഒരു ശിക്ഷത്തിന്റെ ആ സാക്ഷ്യം അവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യജമാനനോട് ചേർന്ന് നടക്കുവാനായിട്ട് കഴിയണം. ഞാൻ ഈ വേദഭാഗം ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്ന ഒരു പാട്ടിന്റെ ഈരടിയുണ്ട്. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്ക് കേൾക്കുവാൻ എന്ന് പറഞ്ഞ് നമ്മൾ പാടാറുണ്ട്. പക്ഷെ ഇന്ന് ആ പാട്ടിനൊക്കെ എത്രമാത്രം പ്രസക്തിയുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കും. ഗുരുവിനെ പോലെയാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഗുരുവിനോട് ചേർന്ന് നടക്കുവാൻ തീരുമാനിക്കുന്ന ശിഷ്യനെ, പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, നീ ഞാനും ക്രിസ്തുവിനെ ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ ഈ കർത്താവിനോടുകൂടെ ചേർന്ന് നടക്കുവാൻ, അവനിലായിത്തീരുവാനായിട്ട്, അവന്റെ സ്വഭാവത്തെ നമ്മളിലേക്ക് ഉൾക്കൊള്ളുവാൻ, അവന്റെ ശക്തിയെ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ ചെയ്ത ശുശ്രൂഷകൾ ചെയ്യുവാൻ ഉള്ള വാഞ്ഛ ഉള്ളവരായിരിക്കാനാണ് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഒരു ശിക്ഷത്വത്തിന്റെ സാക്ഷ്യം ഇവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. A great desire to be like the master, ഒരു യജമാനനെ പോലെ ആയിത്തീരുവാനുള്ള വലിയ ആഗ്രഹം അവനുണ്ടാകുകയാണ്. അവസാനം ഏലിയാവ് എലീശായോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടുന്നത്? എന്നെ മറുപടി പറഞ്ഞു, അങ്ങയുടെ ആത്മാവ്, അതിന് എലീശ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ. അവരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. യജമാനനെ, I've been walking close with you. I've been watching what you've been doing.
and I've been learning from you. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ എനിക്കൊരു ആഗ്രഹമുണ്ട്. I need the double portion of your spirit, the spirit that is in you. നിന്നിലുള്ള ആത്മാവിന്റെ ഇരട്ടി പങ്കോ എനിക്ക് വേണം. എന്തിനു വേണ്ടിയാ? സാധിക്കാനാണോ? എന്തിനു വേണ്ടിയാ? താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിക്കണം. എലിയാവ് പറയുന്ന മറുപടി, അയ്യോ അത് വലിയ പ്രയാസമുള്ള സംഗതിയാ. എന്നാൽ ഒരു കാര്യം, നീ ചോദിച്ചത് വളരെ പ്രയാസമുള്ളതാ. പക്ഷേ നിങ്ങൾ നിന്ന് ഞാൻ എടുത്തു കൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകയില്ല എന്ന് പറയുകയാണ്. വളരെ വളരെ കുഴപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഒറ്റ കാര്യം, നിങ്ങൾ നിന്ന് ഞാൻ എടുക്കപ്പെടുന്ന ഒരു സമയം വരുന്നുണ്ട്. എപ്പോഴാ? ആർക്കറിയാം? നാളെ വൈകിട്ട് 7:30 എന്ന് പറഞ്ഞാൽ 7:28 ആകുമ്പോൾ വന്നിരുന്നാൽ മതി. പക്ഷെ ഇത് എപ്പോഴാ സംഭവിക്കുന്നത് എന്നറിയത്തില്ല. ഞാൻ നിങ്ങൾ നിന്ന് എടുക്കപ്പെടുമ്പോൾ അത് നിനക്ക് കാണുവാൻ കഴിഞ്ഞാൽ എന്നിലെ ആത്മാവിന്റെ ഇരട്ടി പങ്കോ നിനക്ക് കിട്ടും, ഇല്ലെങ്കിൽ അത് നിനക്ക് കിട്ടുകയില്ല. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ എലീശായുടെ മനോഭാവം. എലീശ വിചാരിച്ചു കാണുമോ, അയ്യോ ഇത് വലിയ പ്രയാസമുള്ള സംഗതിയാ, എപ്പോഴാ യജമാനൻ എടുക്കപ്പെടുന്നെന്ന് ആർക്കറിയാം? എന്റെ കണ്ണ് നടഞ്ഞു പോയാലോ, ഞാനത് ക്ഷീണിച്ചൊന്ന് മയങ്ങിപ്പോയാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടൊന്ന് മാറുന്ന സമയം ആയാലോ, അതുകൊണ്ട് ഇത് പ്രയാസമുള്ള സംഗതിയാ, നടക്കത്തില്ല എന്നല്ല, മറിച്ച് അതിനു വേണ്ടി എലീശ അധ്വാനിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. ഞാൻ വിചാരിക്കുന്നത് ഇമവെട്ടാതെ ഒന്ന് കണ്ണടഞ്ഞു പോയാൽ ആ സമയം കൊണ്ട് സംഭവിക്കുന്നത് മാത്രമാണ്. തനിക്ക് കാണാൻ പറ്റാതെ പോയാലോ തന്റെ ജീവിതത്തിന്റെ ആഗ്രഹം സാധിക്കില്ല. അതുകൊണ്ട് യജമാനൻ എടുക്കപ്പെടുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടെ വീക്ഷിച്ചുകൊണ്ട്, ഇമവെട്ടാതെ എന്റെ മനസ്സിൽ ഇങ്ങനെ വരികയാ, സ്വർഗസ്ഥനായ ദൈവത്തോട് അവന്റെ ഹൃദയം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. യജമാനനെ, ദൈവമേ എനിക്കതിനുള്ള ഭാഗ്യം തരണേ, ഈ എന്റെ യജമാനന്റെ ഇരട്ടി പങ്ക് ലഭിപ്പാൻ തക്കവണ്ണം എനിക്ക് ഭാഗ്യം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരുന്ന് കാണും. എന്തായാലും നമ്മൾ വായിക്കുന്നത് അത് അപ്രകാരം തന്നെ സംഭവിച്ചു എന്നാണ്. അവന്റെ മേൽ ഏലിയാവിന്റെ പുതപ്പ് അവന്റെ മേൽ വീണു. അവരങ്ങനെ സംസാരിച്ചു നടക്കുമ്പോൾ അക്ഷരങ്ങളും വന്നവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. എലീശ അത് കണ്ടിട്ട്, എന്റെ പിതാവേ ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് വിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അവൻ ഏലിയാവിൽ നിന്ന് വീണ പുതപ്പെടുത്ത് മടങ്ങിച്ചെന്ന്, ഓർക്കണമേ, ഇങ്ങോട്ട് വന്നപ്പോ തന്റെ യജമാനനായിരിക്കുന്ന ഏലിയാവ് താൻ എടുത്തിരുന്ന പുതപ്പെടുത്ത് യോർദാന്റെ വെള്ളത്തിന്മേൽ അടിച്ചു വെള്ളം രണ്ടായിട്ട് വിഭാഗിച്ചാണ് അക്കരയ്ക്ക് വന്നത്. ആ പുതപ്പ് എടുത്ത് പുതച്ചുകൊണ്ട് യജമാനന്റെ ആത്മാവിനെ പ്രാപിച്ചു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ എലീശ യോർദാന്റെ കരയ്ക്ക് ചെന്നിട്ട് അതേ പുതപ്പെടുത്ത് വെള്ളത്തെ അടിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഞാൻ ധ്യാനിച്ചപ്പോൾ എന്നെ കോരിത്തരിപ്പിച്ചു. എലിയാവിന്റെ ദൈവമായ യഹോവ എവിടെ? Where is the Lord God of Elijah? അതേ അധികാരം, ആ ശുശ്രൂഷയുടെ അധികാരം ഏറ്റെടുക്കുവാനായിട്ട് എലീശ ധൈര്യത്തോടെ നിൽക്കുകയാണ്. എലീശ പറഞ്ഞു, where is that God? I believe the Lord God is with me, and he is trying to take the same authority and the same ministry that his master had taken. പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, ശിഷ്യൻ എന്ന് പറയുന്ന ശിഷ്യത്വത്തിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് അതാ. യജമാനന്റെ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ, യജമാനന്റെ അധികാരം ഏറ്റെടുക്കുവാൻ, യജമാനന്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് യജമാനന്റെ പകരമായി നിൽക്കുന്നതാണ് ശിഷ്യത്വത്തിന്റെ അടയാളം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു,
എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തത് ചെയ്യും, ഞാൻ പോകുന്നത് കൊണ്ട് അവർ അതിലും അധികമായിട്ട് ചെയ്യുമെന്ന് പറയുക. മാർക്കോസിന്റെ സുവിശേഷം അവസാനം നമ്മൾ വായിക്കുന്നത് അവനിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ ഒക്കെയും നടന്നു. ശിഷ്യന്മാർ ഏറ്റെടുത്തു. അപ്പോസ്തല പ്രവർത്തികൾ മുഴുവനും നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചെടുത്ത, ദൈവത്തിന്റെ ആത്മാവിന്റെ അധികാരത്തെ പ്രാപിച്ചെടുത്ത ശിഷ്യന്മാര് ഭൂമി മുഴുവനും നടന്നു. They continued the ministry of the Holy Spirit, the ministry of authority which their master has done and had in his life. അത് ഏറ്റെടുത്ത് നടത്തി. നാം ശിഷ്യന്മാര് എന്ന് പറയുന്നവരാ. നാം ശിഷ്യത്വത്തിന്റെ സാക്ഷ്യത്തെ കുറിച്ച് ചിന്തിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ദൈവമേതലേ, നിന്റെയും എന്റെയും ജീവിതത്തില് ലോകത്തിന്റെ പലതും നേടുവാനുള്ള വ്യഗ്രതയില് നാം ദൈവത്തെ മറന്നു, ദൈവത്തിൽ നിന്ന് അകന്നു കളയുമ്പോൾ ഒരു ശിഷ്യനായിരിക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് എന്നൊന്ന് ചിന്തിപ്പാൻ. കാരണം അതിനെ പകയ്ക്കാതെ, ലോകത്തെ പകയ്ക്കാതെ, ലോകത്തിലുള്ള യാതൊന്നിനെ പകയ്ക്കാതെ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയില്ല. ശിഷ്യത്വം അധികാരത്തിന്റെ അവസ്ഥയാണ്. അത് ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധി നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നവനാണ് യഥാർത്ഥമായിട്ടുള്ള ശിഷ്യത്വം പ്രാപിപ്പാൻ കഴിയുന്നത്. ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനം 119 സങ്കീർത്തനമാണ്. 119 സങ്കീർത്തനത്തിന്റെ 33 മുതലുള്ള വാക്യങ്ങൾ 40 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അവിടെ ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്നെ വളരെ സ്പർശിക്കുകയുണ്ടായി. ആ ശിഷ്യത്വത്തിന്റെ സാക്ഷ്യം എന്താണെന്ന് നമ്മൾ അത് വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഞാൻ മൊത്തം വായിക്കുന്നില്ല, പക്ഷെ ദാവീദ് ഇങ്ങനെയാ പറയുന്നത്: യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണം, ഞാൻ അവസാനത്തോളം അത് പ്രമാണിക്കും. കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണം. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ, ഞാൻ അത് ഇഷ്ടപ്പെടുന്നു. നിന്റെ വഴിയിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായി നിന്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റണമേ. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. ആരാ ഡിസൈപ്പിൾ? അവന്റെ സാക്ഷ്യം എന്താ? ഒരു ശിക്ഷത്തിന്റെ സാക്ഷ്യം എന്താ? ദൈവത്തിന്റെ പാതയിൽ he walks in a different way. നമുക്ക് 1 സങ്കീർത്തനത്തിന്റെ ആദ്യം പോലുള്ള വാക്യം അറിയാമല്ലോ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപിയുടെ വഴി നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ ദൈവത്തിന്റെ പാതയിൽ നടക്കുന്നവനാ. സങ്കീർത്തനം വായിക്കുമ്പോ, പ്രത്യേകിച്ച് 119 സങ്കീർത്തനം വായിക്കുമ്പോ ധാരാളം വാക്യങ്ങൾ നമുക്കതിന് ഇവിടെ പറയുന്ന ഒരു സംഗതി: നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണം. എനിക്കത് ഇഷ്ടമാണ്. I would like to walk in the way of your commandments. നിന്റെ വഴിയിൽ എന്നെ ജീവിപ്പിക്കണം. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്ന നിന്റെ വചനമണി എന്നെ നിവർത്തിച്ചു തരണം. എന്തോ ഒരു മനോഹരമായൊരു പ്രാർത്ഥനയാണ്. ശിഷ്യൻ യജമാനന്റെ പാതയിൽ നടക്കുന്നവനാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ യേശു കർത്താവിന്റെ പാതയിൽ ദൈവത്തിന്റെ തിരുഹിതം ഇന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനത്തിന്റെ പ്രമാണങ്ങളിൽ, ദൈവവചനത്തിന്റെ വഴികളിൽ, ദൈവിക പ്രമാണത്തിന്റെ വഴികളിൽ നടക്കുന്നവനാണ് ശിഷ്യൻ. അവന്റെ നീതിയിൽ ജീവിക്കുന്ന ഒരുവന്. അതുകൊണ്ടാണ് തീത്തോസിനോട് വാഴ്ത്തപ്പെട്ട കർത്താവ് ഇപ്രകാരം പറഞ്ഞത്: തീത്തോസേ, പഥ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. പഥ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. ദൈവവചനത്തിന് അനുസരണമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് വായിക്കുന്നത്. ഞാൻ 2-3 വാക്യങ്ങൾ മാത്രം, ബാക്കിയുള്ള സംഗതികൾ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കാനൊക്കെ പറയുക. എന്നിട്ട് പറയുന്നു സകലത്തിൽ 7-ാമത്തെ വാക്യം: വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറയാൻ വകയില്ലാതെ ലജ്ജിക്കണം.
സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനമുള്ളവൻ ആയിരിക്കുക. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായിരിക്കാൻ കൽപ്പിക്കുക. അവസാനത്തെ ഒരു വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കുന്നു. തീത്തോസിനോട് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. How to be a disciple and what is the witness of the discipleship. തീത്തോസിനോട് പറയുന്ന ഒറ്റ വാക്കിൽ തീത്തോസിന് കൊടുക്കുന്ന ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ, മാതൃകയുള്ളവനായി നിന്നെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പഥ്യോപദേശത്തിന്റെ മാതൃകയുള്ളവരായി ജീവിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുക. അതാണ് മറ്റൊരു വലിയ ലക്ഷണമായിട്ട് കാണാൻ സാധിക്കും. തീത്തോസേ, നീ പഥ്യോപദേശത്തിന് ചേരുമെന്ന് പ്രസ്താവിക്കണം. അവരവർക്ക് തോന്നുന്നത് പോലെ ആകരുത്. അവരവരുടെ സൗകര്യമനുസരിച്ച് കോട്ടി വായിക്കുന്ന ദൈവവചനത്തിലായിരിക്കരുത് നിന്റെ ജീവിതം. നമ്മൾ പലപ്പോഴും അങ്ങനെ ചെയ്യുന്നവരാ. ചിലതൊക്കെ നമുക്ക് ഇഷ്ടമാ ക്രിസ്ത്യാനിറ്റി, ചിലതൊക്കെ ഉപദേശങ്ങളൊക്കെ ഇഷ്ടമാ. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചിലതിനെ പകയ്ക്കേണ്ടുന്ന സാഹചര്യങ്ങൾ വരുമ്പോ വിശ്വാസത്തിന്റെ ക്രൂശെടുത്തുകൊണ്ട് അല്ലെ ശിഷ്യത്തിന്റെ ക്രൂശെടുത്തുകൊണ്ട് എന്റെ കർത്താവിനെ അനുഗമിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ സൗകര്യപൂർവ്വം അതിനെ മറക്കുകയും ഒഴിവാക്കുകയും ചെയ്യുവാൻ നമുക്കൊരു മടിയില്ല. നമ്മുടെ സ്വാർത്ഥ നേട്ടങ്ങൾക്കും നമ്മുടെ സ്വാർത്ഥ ലാഭങ്ങൾക്കും നമ്മുടെ സ്വാർത്ഥ മോഹങ്ങൾക്കും വേണ്ടി നമ്മുടെ ജീവിതത്തെ എങ്ങനെ കോട്ടി വായിക്കുവാനും നമുക്ക് ഒരു പ്രയാസവുമില്ല. എന്നിട്ട് നമ്മളും പറയും നമ്മൾ ക്രിസ്ത്യാനികളാന്ന് പറയും. അയ്യോ, ഞാനും ക്രിസ്ത്യാനിയാ, ഞാനും വലിയ ദൈവം അതിലെ കുളിച്ച മാപ്പിളയാ, അല്ലെ ഞാൻ വലിയ ആത്മാവിൽ ആരാധിക്കുന്നവരാന്നൊക്കെ പറയും. ചുമ്മാതാ. തിമോത്തിയോസിനോട് പറയുന്നത് ഇങ്ങനെയാ, തിമോത്തിയോസേ, നിന്നെ തന്നെ നീ മാതൃകയാക്കണം. എന്തിലൊക്കെയാ? ഉപദേശത്തിന്റെ നിർമ്മലതയില്, ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനമുള്ളവരായിരിക്കണം, സകല സൽപ്രവൃത്തിയിലും നിന്നെ തന്നെ മാതൃകയുള്ളവരായിത്തീരണം. The foundation of a Christian discipleship is the word of God, the doctrines of God, the teachings of the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ ആണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം, ശിക്ഷണത്തിന്റെ അടിസ്ഥാനം. ആ അടിസ്ഥാനത്തില് ആക്ഷേപിച്ചുകൂടാത്ത ഗൗരവത്തോടുകൂടെ പഥ്യവചനം അനുസരിച്ച് ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കും. മെനി ടൈംസ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ എത്രമാത്രം ദൈവവചനത്തോട് കോംപ്രമൈസ് ചെയ്യുന്നവരാ. നമ്മുടെ സൗകര്യമൊക്കെ വരും, ഓ അത് സാരമില്ലെന്ന്, അത് കുഴപ്പമില്ലെന്ന്, അത് അങ്ങനെ ആയാലും കുഴപ്പമില്ല, ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. ക്രിസ്തീയ ജീവിതത്തിന്റെ വചനപ്രകാരം എന്തെങ്കിലും തെറ്റാണെന്ന് പട്ടക്കാരോ ശുശ്രൂഷകരോ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരോട് ദേഷ്യമാണ്. അത് അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യുന്നത് ശിക്ഷത്വത്തിന്റെ അടയാളമല്ല, അല്ലെ ദൈവവചന പ്രകാരമല്ല എന്ന് പറഞ്ഞാൽ പലപ്പോഴും നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് അച്ഛന്മാരും മിണ്ടാതെ ഇരിക്കും. ഇടയിൽ 3 വർഷം ഇരുന്നിച്ച് പോകണമല്ലോ. അല്ല പ്രിയമുള്ളവരെ, അല്ല. പൗലോസ് അപ്പോസ്തലൻ തീത്തോസിനോട് വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ നിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ പഥ്യവചനമായിരിക്കും. വചനം എന്തു പറയുന്നുവോ അതനുസരിച്ചുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് സാധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ശനിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ പറഞ്ഞല്ലോ, ലോകത്തിന്റെ ആകുലതകളിൽ ജീവിക്കുന്നവനല്ല ദൈവ പൈതല്. ഈ ലോകത്തിന്റെ ശേഖരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവനല്ല ദൈവ പൈതൽ. പിന്നെയോ ദൈവത്തിന്റെ കരുതലിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ്. കൊള്ളാം ഇല്ലേച്ചാ? നല്ല പ്രസ്താവനയാ, കേൾക്കാൻ നല്ല രസമുണ്ട്.
പക്ഷെ അങ്ങോട്ട് ഇറങ്ങിയേച്ച് നമ്മുടെ ചിന്ത ഷെയർ മാർക്കറ്റിന്റെ ഇടിവും ഉയർച്ചയൊക്കെയാണ്. എങ്ങനെ പണമാർജിക്കാം, എങ്ങനെ കൂട്ടിവെക്കാം, ചെയ്യേണ്ടുന്നത് പോലെ ചെയ്യുവാൻ പോലും പണത്തോടുള്ള നമ്മുടെ ദ്രവ്യാഗ്രഹവും ആർത്തിയും നമ്മളെ ഇടയാക്കുന്നില്ല. ശിക്ഷത്വത്തിന്റെ സാക്ഷ്യം അവിടെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഇവിടെയാണ് ഈ തീത്തോസിനോട് പറയുന്ന വാക്കുകൾ അർത്ഥമുള്ളതായി തീരുന്നത്. പറയുന്നു, സകല സൽപ്രവൃത്തിയിലും മാതൃകയുള്ളവനായി, ഉപദേശത്തിൽ നിന്നുകൊണ്ട് നന്മയുടെ പ്രതീകമായിട്ട് നിൽക്കുവാനായിട്ട് സാധിക്കണം. അതാ സൽപ്രവൃത്തി. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസിന്റെ വാക്കുകളോ നമ്മളത് പല പ്രാവശ്യം പല ദൂതുകളിൽ ആവർത്തിച്ച് പറയുന്നത്. Let the mind of Jesus be in you. Let the same attitude that Jesus had be with you. കർത്താവിനുണ്ടായിരുന്ന അതേ മനോഭാവം നമ്മളിൽ ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ എത്രയോ പ്രാവശ്യങ്ങൾ ആവർത്തിച്ച് ചിന്തിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. എന്താ യേശുക്രിസ്തുവിന്റെ മനോഭാവം? അവൻ പോകുന്ന വഴിയില് ഒരു ഏക മകൻ മരിച്ചു. ആ ശവമഞ്ചലിന്റെ പുറകിൽ 100 കണക്കിന് ആൾക്കാർ വിലപിച്ചു നെഞ്ചത്തൊടിച്ച് കരഞ്ഞുകൊണ്ട്. യഹൂദന്മാരുടെ പാരമ്പര്യം അല്ലെ സമ്പ്രദായം അങ്ങനെയായിരുന്നല്ലോ. അതിന്റെ ഇടയില് ഒരു സ്ത്രീ വിലപിക്കുന്നുണ്ട്. അത് ഈ നഷ്ടപ്പെട്ടു പോയ മകനെ ഓർത്ത് വേദനപ്പെടുന്ന അമ്മയാണ്. നമ്മൾ വായിക്കുന്നത്, യേശു അവളുടെ അടുക്കൽ ചെന്ന് അവളോട് മനസ്സലിഞ്ഞു എന്ന്. മനസ്സലിഞ്ഞു അവന്റെ വേദനകൾ മാറ്റുവാനായിട്ട് തയ്യാറാകുന്നതാ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ മനോഭാവം അതാ. ക്രിസ്തുവിന്റെ മനോഭാവം മനസ്സലിവിന്റെ മനോഭാവമാ. ക്രിസ്തുവിന്റെ പഠിപ്പിക്കലും മനസ്സലിവിന്റെ പഠിപ്പിക്കലാ. ആർദ്രതയുടെ ഉള്ളതിനെ മറ്റുള്ളവരുമായി പങ്കിടുന്നതിനെ. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തത് നിങ്ങൾ എനിക്കാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയവരിലേക്ക് ശിക്ഷത്വത്തെ ചൂണ്ടിക്കാണിച്ച, ശിക്ഷത്വത്തിന്റെ സാക്ഷ്യം ചൂണ്ടിക്കാണിച്ച വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മക്കളാണ് നമ്മൾ. പലപ്പോഴും അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ സ്വാർത്ഥ നേട്ടങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ശിക്ഷത്വത്തിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് കർത്താവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കാനായിട്ട്, ക്രിസ്തുവിന്റെ മനോഭാവം ഉൾക്കൊണ്ടവരായിട്ട് മുന്നോട്ട് പോകുവാൻ. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. അപ്പൊ ആ വചനം പ്രസംഗിക്കുന്നവൻ ധൈര്യത്തോടെ പ്രസംഗിച്ചുകൊണ്ട് ആരും നിന്നെ തുച്ഛീകരിക്കാതിരിപ്പാൻ മാതൃകയുടെ ജീവിതം നയിക്കുന്ന സാക്ഷ്യത്തെ, അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. സുവിശേഷം എന്ന ഭാഗത്ത് ഞാൻ ഒരൊറ്റ വാക്യമേ ചൂണ്ടിക്കാണിച്ചു തരുന്നുള്ളൂ. യോഹന്നാന്റെ അടുക്കല് ശിഷ്യന്മാര് വന്നിട്ട് സംസാരിക്കുന്ന സംഭാഷണം ആ സുവിശേഷ ഭാഗമായിട്ട് നമ്മൾ വായിച്ചത്. യോഹന്നാൻ പറഞ്ഞു, ഞാൻ ക്രിസ്തു അല്ല, ഞാൻ അവന് മുമ്പായിട്ട് അയക്കപ്പെട്ടവനാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കർത്താവിനെ കണ്ടപ്പോ ക്രിസ്തുവിനെ മനസ്സിലാക്കിയപ്പോ. എന്നിട്ട് ഒരു ഉദാഹരണം പറയുകയാണ്. ആ ഉദാഹരണത്തിന്റെ അർത്ഥം തന്നെ വ്യാഖ്യാനിക്കുവാൻ സമയങ്ങൾ ഒത്തിരി വേണം. ഞാനൊന്ന് പരാമർശിച്ചങ്ങ് പോകട്ടെ. ഇപ്പറയാ പറയുന്നേ, മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു. മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തീകരിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുകയാ, അവനോ വളരണം, ഞാനോ കുറയണം. മണവാളന്റെ സ്വരത്തിൽ സന്തോഷിക്കുന്ന യോഹന്നാന്റെ പുസ്തകം. മണവാട്ടിയെ ആയിട്ടല്ല പറയുന്നത്, പിന്നെയോ മണവാളന്റെ സ്നേഹിതനായി മണവാളന്റെ സ്വരം കേട്ട് ആ സ്വരത്തിൽ സന്തോഷിക്കുന്നവൻ പറയുകയാ, അവൻ വളരണം, ഞാനോ കുറയണം. ശിക്ഷത്വത്തിന്റെ അടയാളം അവിടെ നമുക്ക് കണ്ടെത്തുവാൻ നാം ഇല്ലാതായി ജാതികളിൽ സുന്ദരനായ യേശുക്രിസ്തുവിനെ ലോകത്തിന് ഉയർത്തി കാണിച്ചു കൊടുക്കുവാൻ, നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ, നമ്മളിൽ
ജ്വലിച്ചു നിൽക്കുന്ന പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യരിൽ പറയുന്ന വാക്യം എന്റെ മനസ്സിലേക്ക് വരികയാണ്. അവന്റെ ജീവൻ ഞങ്ങളിൽ വെളിപ്പെടേണ്ടതിന് ഞങ്ങള് മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവന്റെ മരണം ഞങ്ങളിൽ വഹിക്കുകയാണ്. We bear the death of Christ so that the life of the Lord Jesus Christ may be manifested in us. എന്നിട്ട് പറയുന്നു 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലെ 19 വാക്യം ഞാൻ പറയുന്നേ, and we give ourselves to the death of Christ. ഞങ്ങളെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഞങ്ങളില്ലാതാകണം. പിന്നെ ആരാ ഉണ്ടാകേണ്ടത്? He should live. His life should be manifested in us. അതാ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലാണ് ഞാൻ വായിച്ച വാക്യം. അതില് ഇപ്രകാരം വായിക്കുന്നത് കാണാൻ സാധിക്കുന്നു. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന വാക്കുകൾ മറ്റൊരു തലത്തിൽ, മറ്റൊരു ആശയത്തിൽ പൗലോസ് പറയുകയാണ്. ഞാൻ കുറയണം, ഞാൻ ഇല്ലാതാകണം, ഞാൻ മരിക്കണം. ഞാൻ മരിച്ചുകൊണ്ട് എന്തുണ്ടാകണം? അവൻ വളരണം, അവന്റെ ജീവൻ ഞങ്ങളിൽ വെളിപ്പെടണം. എന്നെ കേൾക്കുന്ന ആ ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽക്കാലം ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുന്നവൻ നിന്നെ ഉയർത്തി കാണിക്കുന്നവനല്ല, മറിച്ച് യേശുവിനെ ഉയർത്തി കാണിക്കുന്നവനാണ്. നമ്മുടെ പല ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ ജീവിതമെന്ന് പരിശോധിച്ച് നോക്കിയാ നമുക്കറിയാം ആരെയാ ഉയർത്തുന്നില്ലേ. വലിയ കട്ടൗട്ടറും വലിയ പോസ്റ്ററും വലിയ ഫോട്ടോയും വലിയ ജീവിത സാഹചര്യങ്ങളും വലിയ പബ്ലിസിറ്റിയും വലിയ സംഘാടക കഴിവും എന്ന് വേണ്ട, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഒന്ന് പ്രസംഗിക്കാൻ എത്രമാത്രം തന്നെ ഉയർത്തുന്ന, ഞാൻ അതിനൊന്നും എതിരല്ല, ചെയ്യുന്നവർ ചെയ്തോട്ടെ, പക്ഷെ ദൈവവചനത്തിന് അടിസ്ഥാനമല്ല എന്ന് മാത്രം പറയാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവരവർക്ക് ലഭിച്ച ദർശനത്തിനനുസരിച്ച് അവരവരെ ശുശ്രൂഷ ചെയ്യട്ടെ, കർത്താവ് വിധിക്കട്ടെ. പക്ഷേ എനിക്ക് ലഭിച്ച ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, അവനെ ഉയർത്തി കാണിക്കുന്നതാ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. നാം ഇല്ലാതാകണം, നാം മരിക്കണം. നാം മരിച്ചാൽ മാത്രമേ അവനെ ഉയർത്തി കാണിക്കുവാൻ, അവന്റെ ജീവൻ നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ നാം ഇല്ലാതായി തീരണം. ആർ വി റെഡി ഫോർ ദാറ്റ്? അതിന് നാം തയ്യാറാണോ? അതിന് നാം ഒരുക്കമുള്ളവരാണോ? സ്വയം ഇല്ലാതായിക്കൊണ്ട് ഈ ജീവിതം ഒരു മെഴുകുതിരി കത്തി എരിഞ്ഞില്ലാതായി പ്രകാശം വരുത്തുന്നത് പോലെ ക്രിസ്തുവിന്റെ പ്രകാശം വരുത്തുന്നവരായി ജീവിപ്പാൻ സഹായിക്കും. ശിഷ്യൻ അവൻ സ്വയം പരിത്യജിക്കുന്നവനാ. ശിഷ്യൻ അവൻ ക്രൂശെടുക്കുന്നവനാ. ശിഷ്യത്വത്തിന്റെ അടയാളം യജമാന്റെ അധികാരത്തിന്റെ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ വാഞ്ചയുള്ളവനാ. ശുശ്രൂഷത്തിന്റെ അടയാളം ജീവിതം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവനാ. സകല സൽപ്രവൃത്തിയിലും മാതൃകയുള്ളവനായി പഥ്യോപദേശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നവൻ. ശിഷ്യത്വത്തിന്റെ അടയാളം സ്വയമില്ലാതായിക്കൊണ്ട് ക്രിസ്തുവിനെ ഉയർത്തുന്നതാ. കർത്താവേ,